കാലത്തെ ആൾക്കാർക്ക് രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മൺകൂജയിലെ വെള്ളം കുടിക്കുന്നതാ. അതുപോലെ തന്നെ മൺ റിങ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിണറിനകത്താണ്. ഈ കിണറിനകത്ത് വെള്ളം കുടിച്ചാൽ വേറെ ക്ലിയർ ഇതുണ്ടോ, എത്രത്തോളം ക്ലിയർ ഒക്കെ, ഒരു പൊടി പോലും ഇല്ല, ഭയങ്കര ക്ലിയർ ആണ്. ഒരു കളിമണ്ണ് താണ്ട ഈ തരത്തിൽ റിംഗ് ആയി വരണമെങ്കിൽ എത്ര ദിവസത്തെ കഷ്ടപ്പാടുണ്ട്? ഇത് ഏകദേശം ഒരു 20 ദിവസത്തെ മേക്കിംഗ് വരുന്നു ഒരെണ്ണം ചെയ്യുന്നതിന്. ഒരെണ്ണത്തിൽ തലമുറകളായി കൈമാറി വന്ന കളിമൺ പാത്രങ്ങളും കളിമൺ റിംഗ് നിർമ്മാണം ഇപ്പോഴും അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള എരുമപ്പെട്ടിയിലാണ്. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ്. ഒരു കിണറിനകത്ത് ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കാൻ പോവുക. സാധാരണ കിണറല്ല, ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കിണറിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ബ്രോ, ആ വെള്ളം എടുത്തേ. ഇപ്പം ഇതുണ്ടോ, വെള്ളം ആ കിണറിനകത്ത് ഇറങ്ങിയിട്ട് മുക്കി കുടിക്കുകയാണ്. ഈ പരിസര പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്ത അത്രത്തോളം ടേസ്റ്റാണ് വെള്ളത്തിനാണ്. ഇതുണ്ടോ, ഇതാണ് വെള്ളം. അപ്പം ഇവിടെ നിന്ന് തന്നെ ഞാൻ കുടിച്ച് കാണിച്ചു തരാം. ഒരു മിനറൽ വാട്ടറിനും കിട്ടില്ല, ഒരു വെള്ളത്തിന് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അത്രത്തോളം ടേസ്റ്റ് ഉള്ള ഒരു കിണറിന്റെ അകത്താണ് നിൽക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ മേലെ വന്ന ശേഷം പറഞ്ഞുതരാം. ഒരു കാലത്തെ ആൾക്കാർക്ക് രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മൺകൂജയിലെ വെള്ളം കുടിക്കുന്നതാ. അതുപോലെ തന്നെ മൺ റിങ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിണറിനകത്താണ്. ഈ കിണറിനകത്ത് വെള്ളം കുടിച്ചാൽ വേറെ രോഗമൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവോ ബ്രോ? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അപ്പൊ ഞാൻ മേലോട്ട് കൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഇത് കണ്ടോ, എനിക്കിതിന് മുമ്പ് കിണറിൽ കയറിയിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത്രത്തോളം സ്ട്രോങ് ആണ് ഈ കളിമണ്ണിൻ്റെ ഈ റിങ്. ഇപ്പോൾ റിങ്ങിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, ഭയങ്കര ക്വാളിറ്റിയാണ്. നമ്മൾ എത്ര ചവിട്ടിയാലും ഇത് ഒന്നും ആവില്ല. അപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു സാധനത്തിനകത്ത് കയറ്റുന്നത്. ഇതിനകത്ത് മേളിൽ ഒരു റിങ് കൂടി ഇടാറുണ്ട്, ഈ ഭാഗത്ത് ഒരു റിങ് കൂടി ഇടാറുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ വെള്ളം അത്രത്തോളം ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഇപ്പോൾ ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. സുരേഷ് മേപ്പാട്ടിയുണ്ട്. ചേട്ടാ, ഇങ്ങനെ സംഭവം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇത് പിന്നെ പണ്ടൊക്കെ മൺചട്ടിയിലാണ് കുടിക്കുക. ഇത് മൺകൂജയായ കിണറ്റിലെ വെള്ളം, അത്രയ്ക്കും ഔഷധം. അതെ, ഇതിന്റെ ആശാമാരാ നിൽക്കുന്നത്. ഇതിന്റെ നിർമ്മിതമായ ആശാമാരാണ്. ഇത് പണ്ട് രാജപരമ്പരയ്ക്ക് ഇതുണ്ടാക്കി കൊടുത്തിട്ടുള്ള ആൾക്കാരാട്ടോ. ഇതിന് ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടാനും ഇല്ല, ഇങ്ങനത്തെ പണി എടുപ്പിക്കാനുള്ള മനസ്സുള്ള ആൾക്കാരും ഇല്ല. ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നോക്കിയാലോ? അപ്പൊ ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. ഇതിനകത്ത് ഡയറക്റ്റ് മുക്കിക്കൊണ്ട് വന്ന വെള്ളം നിങ്ങൾ നോക്കണം. അതിന്റെ ക്ലിയർ ഇത് കണ്ടോ, എത്രത്തോളം ക്ലിയർ ഒക്കെ, ഒരു പൊടി പോലും ഇല്ല, ഭയങ്കര ക്ലിയർ ആണ്. എത്ര വലിയ മിനറൽ വാട്ടർ ഒഴിച്ചാലും കിട്ടുമോ? കിട്ടൂല. ഇപ്പൊ കിട്ടൂല. ഇതാണ് അത്രത്തോളം ക്ലിയർ ആണ് ഈ വെള്ളം. ഒന്ന് കുടിച്ചിട്ട് പറഞ്ഞു. നെല്ലിക്കപ്പലക കിട്ടണം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു മണ്ണിന്റെ റിംഗ് ആണ്. അതിന്റെ പണിത്തരത്തിന്റെ ആൾക്കാരാണ്. നിങ്ങൾ ഇവരെയൊക്കെ വിളിക്കുക. ഞാൻ കുടിച്ചു നോക്കട്ടെ. കുടിച്ചിട്ട് പറയാം വെള്ളം കൊണ്ട്. നിങ്ങൾ കിണറിൻ്റെ ഒരു 35 വർഷത്തോളം. 35 വർഷമായി. എല്ലാവരും 35 വർഷത്തോളം പാരമ്പര്യമായിട്ട് ന്യൂ ജനറേഷൻ പാരമ്പര്യത്തിൽ വന്നതാണ്. ഇപ്പോഴത്തെ ഇതെല്ലാം ചെയ്യുന്നത് ഈ ചേട്ടനാണ്. ഇവരിൽ തുടങ്ങി സന്തോഷേട്ടനാണ്. അപ്പോൾ ഇവരിൽ തുടങ്ങിയതാണ്. ഇവരൊക്കെ ഇപ്പോഴും ഈ വർക്കിൽ തന്നെ നിൽക്കുക അല്ലേ? ഈ വർക്കിൽ തന്നെ നിൽക്കുകയാണ്. ലാസ്റ്റ് ഒരു റിംഗ് കൂടെ ഇറക്കാനുണ്ടല്ലോ. നമുക്ക് ഒരെണ്ണം കൂടി ഇറക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടെ ചെയ്തതിനു ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്തൂടെ? അപ്പം ഇതുകൂടെ ഉണ്ടാക്കിയതിനു ശേഷം ഇതോടെ ഇട്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ കിണറിൽ വെക്കാനുള്ള അവസാനത്തെ റിംഗ് ആണ് ഇതാണ്ട് ഈ കൊണ്ടുവരുന്നത്. ഈ റിംഗ് കൂടെ വെച്ചാൽ ഈ കിണറിന്റെ പണി ഫിനിഷാണ്. എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് കിണറിന്റെ വട്ടത്തിനും വ്യാസത്തിനും അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന്റെ അനുസരിച്ചാണ് പണിയുടെ ഇത് വരുന്നത്. അപ്പൊ അവസാനത്തെ റിംഗ് കൂടെ വെക്കാൻ പോവാണ്. ഇത് വെച്ചതിന് ശേഷം ഇത് മേൽ റിംഗ് അല്ലേ, ഏറ്റവും ടോപ്പ് റിംഗ്. എത്ര റിംഗ് വെച്ചിട്ടുണ്ട് നമ്മള്? 20 റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പം അവസാനത്തെ 21ാമത്തെ റിംഗ് ആണ്. ഭയങ്കര വെയിറ്റ് കേട്ടോ, ഫുള്ള് മണ്ണല്ലേ? ഫുള്ള് മണ്ണാണ്, ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ? ഭയങ്കര സ്ട്രോങ്. ഇതുണ്ടോ, ഇത് 20 വർഷം പഴക്കമുള്ള കിണറ്റിനകത്ത് അവസാനത്തെ ഇറങ്ങി അല്ലേ? 20 വർഷം പഴക്കില്ലേ? 20 വർഷം പഴക്കമുള്ള കിണറാണ്. ഇപ്പൊ മാറ്റി അവർ റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പൊ പുതിയ റിംഗ്, പുതിയ കിണറാക്കി കൊടുക്കും. അപ്പൊ പുതിയ കിണറും കുത്തി കൊടുക്കും, പഴയ കിണർ റിംഗ് ഇട്ട് കൊടുക്കും അല്ലേ? ഇട്ട് കൊടുക്കും. എന്താ ഇപ്പൊ കളിമൺ റിംഗ് വെക്കാനുള്ള കാരണം? അത് നല്ല തെളിഞ്ഞ വെള്ളം കിട്ടും, നല്ല തണുപ്പുണ്ടാവും, നല്ല നീറ്റായിരിക്കും. അവന് ചേറും കാര്യങ്ങളും സൈഡിൽ നിന്നൊന്നും വരില്ല. പിന്നെ പായല്, അത് പിന്നെ കാട്, ഇലകള് അതൊന്നും ഉണ്ടായില്ല. ഒരിക്കലും ഇതിന് വൃത്തിയാക്കേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാവരും ഈ റിംഗ് വെക്കണം തന്നെ പറയുന്നത്. അല്ല, വെച്ചാൽ നല്ലത്, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടും. ഇവിടെ ഈ ഏരിയയില് അല്ല, ഇവിടുത്തെ ഉടമസ്ഥന് ബെന്നിക്ക് ഇത് ഭയങ്കര ആഗ്രഹമാണ് വെക്കണമെന്ന്. ഇപ്പൊ കാലാകാലങ്ങളില് അവരുടെ മക്കൾക്കും അവർക്കും എല്ലാവർക്കും നല്ല വെള്ളം കുടിക്കാം. നേരെ ഇതിന്റെ മേക്കിംഗ് സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്, കളിമൺ റിംഗിന്റെ. ഇപ്പൊ ഇവിടെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ഇത് നമ്മൾ ഓൾറെഡി അടിച്ചിട്ട് നമുക്ക് സെറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ചോള വെക്കണം എന്ന് മാത്രമല്ല, നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പുറത്തെ ശരി ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ കുറെ ഉണ്ട്, അങ്ങോട്ടൊക്കെ നോക്കാം, ഒത്തിരി സാധനം ഉണ്ട്. ഇപ്പൊ ഇവിടുന്ന് നേരെ നമ്മൾ ചൂളിലോട്ടാ പോകുന്നത് ഇല്ലേ? ഇത് മേളത്തെ ഇതൊക്കെ കൈ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മുകളിലത്തെ വരെ നമ്മൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ,
മറ്റേത് പിന്നെ ഡയലാണ്. ഈ റൗണ്ട് വരുന്നത് നമ്മൾ ഡയലടിക്കും. ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറയട്ടെ, ഇതിനകത്ത് സിമെന്റ് എന്ന് പറയുന്ന സാധനം ചേർന്നിട്ടേ ഇല്ല. ഇല്ല. അപ്പൊ ഫുള്ള് കളിമണ്ണല്ലേ? അതെ, ഫുള്ള് കളിമണ്ണ് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് പലതും പല സൈസ് അല്ലേ? അതെങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത്? അത് നമ്മൾ ഓരോ ഏരിയയിൽ പല വലിപ്പം ഉണ്ടാവും കിണർ. അപ്പൊ നമ്മള് വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ കിണർ പോയി നോക്കി, ആ സ്പേസിൽ പോയി നോക്കി എത്രയാണോ കിണറിന് സൂട്ടബിൾ ആവുന്ന റിങ് വരുന്നത് അത് നമ്മൾ ഇവിടുന്ന് അവിടെ പോയിട്ട് അളവെടുത്ത് വന്നിട്ടാണ് നമ്മൾ ഇത് കൊണ്ടുപോവുക. നമ്മുടെ കയ്യിൽ നമുക്കിത് ഒരു 4 സൈസ് 5 സൈസ് ഉണ്ട്. അതായത് 3 അടി മുതൽ 6.5 അടി വരെ. 6 അടി വരെ വട്ടം ഡയമീറ്റർ നമുക്ക് 3 അടി മുതൽ 6 അടി വരെ വട്ടമുള്ള റിങ് നമ്മുടെ കയ്യിലുണ്ട്. ആദ്യം പോയി കിണറിന്റെ അളവ് എടുത്തതിന് ശേഷം നമ്മൾ നേരിട്ട് പോകും. നേരിട്ട് പോയിട്ട് കിണർ നോക്കി അതിലേക്ക് ഏതാണോ സൂട്ടായിട്ടുള്ള റിങ് അത് നമ്മൾ ഇവിടുന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ വെച്ച് പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകും. എന്നിട്ട് നമ്മളത് ആ പണി തീർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വരാറ്. അപ്പോൾ ഇത് എല്ലാ മണ്ണുകളും കൂടെ മിക്സ് ചെയ്ത് അവസാനം എന്താ ഈ ഒരു പരുവത്തിൽ ഇത് ക്ലേ ഉണ്ടാ ഈ ഒരു മണ്ണിൽ നിന്നാണ് ഈ കാണുന്ന മനോഹര ശില്പങ്ങളും അതുപോലെയാണ് റിങ്ങുകളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഫോം. ഇത് കയ്യിൽ ഒട്ടിയാൽ തന്നെ ഇങ്ങനെ വിട്ട് വരാൻ പാടാ. അതന്നെ നമ്മൾ ഓൾറെഡി ഇതിന് സാധാ ലെവലിൽ തന്നെ നല്ല ബലാണ്. ചോള വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ബലമാണ്. അതിങ്ങനെ മിക്സ് ചെയ്തുമ്പോൾ ഇതുണ്ടാവും നമ്മുടെ കയ്യിൽ നിന്ന് സാധാരണ മണ്ണ് ഇളകി വരുന്ന പോലെ ഇത് ഇളകി വരില്ല. ഒരു പശ ഫീലിംഗ് ഈ മണ്ണിന് കിട്ടും. ഈ കളിമണ്ണ് റിങ്ങുകളെല്ലാം ചൂള വെച്ചിട്ട് റെഡി ആയിരിക്കുന്ന സാധനങ്ങളാണ്. റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ചൂള താണ്ട ഇവിടാണ് ഇതിന്റെ മേക്കിംഗ് നടക്കുന്നത്. ഇതല്ലേ ചൂള? അപ്പൊ ഇതിനകത്ത് ചെറിയ ചെറിയ ഹോൾസ്, അതെന്താ ഹോൾസ് ഇടുന്നത്? അത് നമുക്ക് വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ചിപ്സ് ഇട്ട് മെറ്റിലില്ലേ, മെറ്റിലിട്ട് അതിനകത്തൂടെ ഫിൽറ്റർ ചെയ്താണ് ചെറിയ ഹോളുകളിൽ കൂടെ നമ്മൾ മഴ പെയ്ത വെള്ളമായാലും ഫിൽറ്റർ ചെയ്തിട്ട് അതിന്റെ ഈ ഇത്ര ഒരു ലെയർ എന്തായാലും ചിപ്സ് ഉണ്ടാവും അല്ലേ, മെറ്റിലുണ്ടാവും. അപ്പോൾ മെറ്റിൽ ഫിൽറ്റർ ചെയ്തിട്ട് ഈ ഹോളിൽ കൂടെ ആ വെള്ളം നമ്മുടെ കിണറ്റിലോട്ട് വീഴും. അത്രത്തോളം പ്യൂർ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. ഇത് എത്ര ദിവസം ഇങ്ങനെ ഇവിടെ ഇതാക്കണം? ഇതിപ്പോ നമ്മള് ഇന്നലെ കയറ്റി വെച്ചു. ഇന്ന് നമ്മൾ വൈകിട്ട് ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ കട്ട വെച്ചിട്ട് പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് എന്നിട്ട് ഇതിൽ മണ്ണ് തേച്ച് തേമ്പും മുകളിൽ. എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു 2 ദിവസം പുക കൊടുക്കും. 3-ാമത്തെ ദിവസം നമ്മളത് കുറച്ച് കത്തിച്ചിട്ട് ലാസ്റ്റ് നന്നായിട്ട് കത്തിക്കും. നമ്മൾ ചകിരി പിന്നെ വിറകൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കത്തിക്കുക. ഇപ്പൊ എത്ര ദിവസം ഇതിങ്ങനെ കത്തിക്കണം? ഇത് പുകയ്ക്ക് ഒരു 2 ദിവസം, കത്തിക്ക ഒരു ദിവസം. നമ്മളൊരു 4 മണിക്കൂർ 5 മണിക്കൂർ നിർത്താണ്ട് കത്തിക്കണം. അപ്പൊ ഈ ഒരു കളിമണ്ണ് താണ്ട ഈ തരത്തിൽ റിംഗ് ആയി വരണമെങ്കിൽ എത്ര ദിവസത്തെ കഷ്ടപ്പാടുണ്ട്? ഇത് ഏകദേശം ഒരു 20 ദിവസത്തെ മേക്കിംഗ് വരുന്നത് ഒരെണ്ണം ചെയ്യുന്നതിന്. ഒരെണ്ണത്തിൽ അപ്പൊ ഈ ഒരൊറ്റ റിങ് ചെയ്യുന്നതിന് ഏകദേശം 20 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഈ ഒരു റിങ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു പ്യൂർ ആയിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി കേരളത്തിൽ എവിടെ നമ്മൾ ചെയ്ത് കൊടുക്കും? നമ്മൾ എവിടെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും. അപ്പൊ കേരളത്തിലല്ല, കേരളത്തിന് പുറത്തും ചെയ്ത് കൊടുക്കും. നമ്പർ നമുക്ക് അതിനകത്ത് കൊടുക്കാമല്ലോ. ഇപ്പൊ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം, നിങ്ങൾ വിളിച്ചാൽ മതി. കേരളത്തിന്റെ പുറത്ത് ഇപ്പൊ പാരമ്പര്യമായിട്ട് ഈ തലമുറയിൽ ചെയ്യുന്ന അവസാനത്തെ ഒരാളാണ് ഇല്ലേ. അപ്പൊ ഇത് തലമുറകളായിട്ട് പാരമ്പര്യമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തലമുറയിലെ അവസാനത്തെ ആളാണ് ഈ കാണുന്ന ബ്രോ. എന്തായാലും നിങ്ങൾ നമ്പർ വിളിച്ചാൽ മതി. ഇതിന്റെ പൂർണ്ണമായ ഡീറ്റെയിൽ അവർക്ക് അറിയേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കൂലേ? അതെ. പിന്നെന്താ, നമുക്ക് അറിയാവുന്നതും അവർക്ക് അറിയാത്തതും നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പഴയ കിണറായാലും പുതിയ കിണർ കെട്ടുകയാണെങ്കിൽ ഈ സാധനം വെച്ചാൽ മതി. നിങ്ങളുടെ കിണർ അടിപൊളിയായിരിക്കും. നല്ല വെള്ളം കുടിക്കാൻ എല്ലാ ആൾക്കാരുടെ ആഗ്രഹമാണ് നല്ല വെള്ളം കുടിക്കുക അല്ലേ, നല്ല വെള്ളം കുടിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിനെ വിളിച്ചാൽ മതി. നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം.